പത്തനംതിട്ടയിൽ പോലീസ് അതിക്രമത്തിൽ എസ്ഐക്ക് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചുവെന്ന് റിപ്പോർട്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ്ഐ എസ് ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചത്. ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പോലീസ് ഇന്നലെ രാത്രിയിൽ ആളുമാറി 20ഓളം വരുന്ന വിവാഹ സംഘത്തെ, അതായത് ദമ്പതിമാർ അടങ്ങുന്ന ഒരു വിവാഹ പാർട്ടി സഞ്ചരിച്ച ആ വാഹനം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് സമീപം അവർ കോട്ടയത്തേക്ക് പോകും വഴി വിശ്രമിക്കാനായി നിർത്തിയ വാഹനത്തിലുള്ളവരെയാണ് പോലീസ് ആളുമാറി തല്ലിയത്. അത് ക്രൂരമായി തന്നെ അവരെ മർദ്ദിച്ചു. അവർ ആശുപത്രി ചികിത്സയിലാണ്. ഇക്കാര്യത്തിൽ എസ്ഐക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. ഡിവൈഎസ്പി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. പത്തനംതിട്ടയിലാണ് ഇന്നലെ രാത്രിയിൽ പത്തനംതിട്ട എസ്ഐ ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചത്. ഇതിൽ ദമ്പതിമാർ അടക്കമുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ അന്വേഷിച്ചിറങ്ങിയ പോലീസ് അവിടെ കണ്ട വാഹനം ആ അക്രമം നടത്തിയവരാണ് എന്ന് കരുതി ആ വാഹനത്തിലുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 20 അംഗ സംഘത്തെ അവർ കയ്യേറ്റം ചെയ്തു. ദമ്പതിമാർ അടക്കമുള്ളവർക്ക് പരിക്കുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ള നിലയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. ഡിവൈഎസ്പി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. എസ്ഐക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പത്തനംതിട്ടയിലെ എസ്ഐ എസ് ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ കയ്യേറ്റം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. പത്തനംതിട്ട നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ പോലീസ് ആളുമാറി തല്ലിയത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐക്കെതിരെ നടപടിക്ക് സാധ്യത കാണുന്നുണ്ടോ മിഥുൻ മുരളി? കോട്ടയത്തേക്ക് പോയ അടൂരിലെ വിവാഹം കഴിഞ്ഞ് കോട്ടയത്തേക്ക് മടങ്ങിയ വിവാഹ സംഘത്തിന് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. പത്തനംതിട്ട എസ് ഐ ജിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അതിക്രമം നടത്തിയതെന്നാണ് പരാതി. ജിനുവും സംഘവും അവിടേക്ക് എത്തിയതിനു ശേഷം ആള് മാറി മത്സരം നടന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലുമുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം യാത്രക്കിടയിൽ വിശ്രമിക്കുകയായിരുന്നു 20 അംഗ സംഘം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് ഇവർക്ക് നേരെ പോലീസ് അകാരണമായിട്ട് ആളുമാറി മറ്റൊരു സംഘത്തെ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് പോലീസ് എത്തുകയും പിന്നീട് ഇവരെ ആളുമാറി പോലീസ് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതി. ഇവരുടെ തലയ്ക്കും കൈക്കും അടക്കം ഗുരുതരമായി പരിക്കുമേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്ത്രീകൾ വനിതാ പോലീസുകാരുടെ സാന്നിധ്യമില്ലാതെയായിരുന്നു പോലീസ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അക്രമം നടത്തിയതെന്നും ആരോപണമുണ്ട്. ഇപ്പോഴും അവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത്. വിനോദ്, പത്തനംതിട്ടയിലാണ് ഇത്തരത്തിൽ ആളുമാറി പോലീസ് മർദ്ദിക്കുന്നത്. അപ്പോൾ മിഥുൻ മുരളി, ഒരു കാര്യം കൂടി, ഡിവൈഎസ്പി അല്ലെങ്കിൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ളവർ തന്നെ പറയുന്നു ഗുരുതരമായ വീഴ്ചയുണ്ടായി, എസ് ഐക്ക് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ എസ് ഐക്കെതിരെ നടപടിക്ക് സാധ്യത വളരെ കൂടുതലല്ലേ മിഥുൻ മുരളി? പത്തനംതിട്ടയിലാണ് പോലീസ് ആളുമാറി വിവാഹ സംഘത്തിൽപ്പെട്ടവരെ മർദ്ദിച്ചത്. ദമ്പതിമാർ അടക്കമുള്ളവർക്ക് ഗുരുതരമായി പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റു. ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.